സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. എല്ലാവർക്കും നമസ്കാരം. ദേവി മഹാത്മ്യത്തിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇനി വായിക്കാനുള്ളത് 11ാമത്തെ ദേവീ കവചത്തിൽ 11ാമത്തെ ശ്ലോകം മുതലാണ്. ആദ്യം നമുക്ക് ശ്ലോകം വായിക്കാം, എന്നിട്ട് അതിൻ്റെ അർത്ഥം നോക്കാം. ശംഖം ചക്രം ഗദാശക്തിം ഹലം ജമുസലായുധം ഗേഡകം തോമരം ചൈവ പരശും പാശമേവ ച കുന്ദായുധം ത്രിശൂലം ച ശാർങ്ഗായുധമനുത്തമം ദൈത്യാനാം ദേഹനാശായ ഭക്താനാമഭയായ ച ധാരയന്ത്യായുധാനീത്തം ദേവാനാം ച ഹിതായ വൈ മഹാബലേ മഹോത്സാഹേ മഹാഭയവിനാശിനി ത്രാഹി മാം ദേവി ദുഷ്പ്രേക്ഷ്യേ ശത്രുണാം ഭയവർദ്ധിനീം പ്രാജ്യാം രക്ഷതു മാമേന്ദ്രീം ആഗ്നേയാമഗ്നിദേവതാം ദക്ഷിണേ രക്ഷവാരാഹി നൈര്യതാം ഗഡ്ഗധാരിണീം. ഓം മഹാദേവിയേ നമഃ. ഇനി നമുക്ക് വായിച്ചതിൻ്റെ അർത്ഥം നോക്കാം. അർത്ഥത്തിൽ ഇപ്പം നമ്മൾ ആദ്യം വായിച്ചത് എന്താ? ശംഖം ചക്രം ഗദാശക്തിയും ഫലഞ്ച മുസലായുധം ഗേഡകം തോമരം പരശും പാശം ഏവച. ഇതൊക്കെ പലതരത്തിലുള്ള ആയുധങ്ങളാണ്. പണ്ടത്തെ തരത്തിലുള്ള ആയുധങ്ങളുണ്ട്. പിന്നെ ഈ പരിച, അതുപോലെ തോമരം, മുമ്പൊക്കെ യുദ്ധത്തിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ആയുധങ്ങൾ. അപ്പോൾ ദേവി അവതരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഭക്തന്മാരെ രക്ഷിക്കാൻ വേണ്ടിയാണ് ദേവി അവതരിക്കുന്നത്. നമ്മൾ ഭാഗവതത്തിൽ ഒരു കഥയുണ്ട്. ദേവി മാഹാത്മ്യത്തിൽ ഒരു നമ്മുടെ ജഡഭരതനെ ബലി കൊടുക്കുന്ന സമയത്ത് ദേവി അവതരിച്ചിട്ട് ആ ബലി കൊടുക്കാൻ വന്ന ആൾക്കാരെ അവർ സ്വാർത്ഥലാഭത്തിന് വേണ്ടി മനുഷ്യന് ബലി കൊടുക്കുകയായിരുന്നില്ലേ? അപ്പോൾ അവരുടെ തല വെട്ടിക്കൊണ്ട് വാളുകൊണ്ട് തലവെട്ടി അവരെ നിന്നും ഈ ഭരതനെ രക്ഷിച്ചു എന്നുള്ളത്. അതുപോലെ ദേവിയെ നമ്മൾ വിളിക്കുമ്പോൾ ദേവി നമ്മളെ രക്ഷിക്കും. സപ്തമാതൃക്കളും അന്യകളായ ദേവിമാരുണ്ട്. ശംഖം ചക്രം ഗദ വേല് കലപ്പ ഇരുമ്പുലയ്ക്ക പരിച തോമരം കോടാലി കയറ് കുന്തം ത്രിശൂലം കൊമ്പ് കൊണ്ടുണ്ടാക്കിയ വില്ല്, ഇങ്ങനെ ആയുധങ്ങൾ കുറേ ഉണ്ട്. എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? അസുര നിഗ്രഹത്തിനും ഭക്ത അനുഗ്രഹത്തിനും ദേവഹിതത്തിനുമായിട്ട് ഇതൊക്കെ ഉപകരിക്കുന്നത്. പണ്ടൊക്കെ ഇതൊക്കെ ആയിരുന്നല്ലോ ആയുധങ്ങൾ. ഇന്നിപ്പോൾ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അന്ന് ദേവി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദേവി നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പല രൂപങ്ങളിൽ വന്നിട്ട് അസുരന്മാരെ നിഗ്രഹിക്കുന്നു. അതിനി നമ്മൾ ഈ ദേവി മാഹാത്മ്യത്തിലെ ചണ്ഡമുണ്ട നിഗ്രഹം, അതുപോലെ മഹിഷാസുരമർദ്ദനം എന്നൊക്കെ പറഞ്ഞ് കുറേ അങ്ങനെ അസുരന്മാരെ നിഗ്രഹിച്ചതൊക്കെ വരുന്നുണ്ട്. പിന്നെ അപ്പം അങ്ങനെ ദേവി നമ്മളുടെ രക്ഷയ്ക്ക്, അതായത് എങ്ങനെയുള്ളവരെ ആണ് രക്ഷിക്കുന്നത് ദേവി? നമ്മുടെ ഭക്തന്മാരെ രക്ഷിക്കുകയും അതുപോലെ ദൈത്യാനാം ദേഹനാശനം, ദൈത്യന്മാരെന്ന് പറയുന്നത് അസുരൻ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ നേരത്തെ തന്നെ എല്ലാത്തിനും പറയാറുണ്ട്. ദേവന്മാരെ അസുരന്മാരെ അല്ലെങ്കിൽ മനുഷ്യന്മാരെ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ അതിൻ്റെ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ദേവന്മാരെന്ന് പറഞ്ഞാൽ സാത്വികമായ നമ്മളെല്ലാവരെയും രക്ഷിക്കുന്ന നല്ല സ്വഭാവം എന്ന് പറയും. അസുര സ്വഭാവം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന സ്വഭാവമുള്ളവർ. അപ്പോൾ അങ്ങനെ ആ അസുരന്മാരെയാണ്, ദുഷ്ടന്മാരെ എല്ലാവരെയും നമ്മൾ എന്തായിട്ട് പറയുന്നത്? നെഗറ്റീവ് എനർജി ആയിട്ടുള്ള എല്ലാവരെയും നമുക്ക് ആസുരന്മാരെന്ന് പറയാം. അപ്പോൾ അങ്ങനെയുള്ളവരെ നശിപ്പിക്കുന്നതാണ് ദേവി അങ്ങനെ ചെയ്യുന്നു എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ പറയുന്നത് എന്താ വെച്ചാൽ മഹാബലേ മഹോത്സാഹേ മഹാഭയവിനാശിനി. മഹാഭയവിനാശിനി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ ഭയത്തിൽ നിന്ന് രക്ഷിക്കുന്നവളാണ് ദേവി. അപ്പം നമ്മൾ ദേവീ കവചമൊക്കെ വായിക്കുമ്പോൾ നമ്മളിൽ ഭയം ഇല്ലാതാവും. ഒന്നാമത് ദേവി മഹാത്മ്യം നമ്മൾ കയ്യിൽ വെച്ചാൽ തന്നെ നമ്മളുടെ ഭയം ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ ദേവി മഹാത്മ്യം വെച്ച് പൂജിച്ചാൽ പോലും നമുക്ക് ഭയത്തിൽ നിന്ന് മോചിതം ആവാൻ കഴിയും. ഭയത്തിൽ നിന്ന് നമ്മൾ
വിമുക്തമാവും എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് പിന്നെ വായിക്കുകയും കൂടി ചെയ്താലോ. അപ്പോൾ ഈ ദേവീ കവചം വായിച്ചുകൊണ്ട് നമ്മൾ എവിടെ പോയാലും നമുക്ക് ആരെയും ഭയം ഉണ്ടാവില്ല. അപ്പോൾ മായാ ശക്തി സ്വരൂപമായ മഹാബലത്തോടു കൂടിയ ളായും ജഗൽ സംരക്ഷണമാകുന്ന മഹോത്സാഹത്തോടു കൂടിയവളായും മൃത്യുരൂപമായ മഹാഭയത്തെ നശിപ്പിക്കുന്നവളായും കാമക്രോധാദി ശത്രുക്കൾക്ക് ഭയത്തെ വർദ്ധിപ്പിക്കുന്നവളായും ഉള്ള ദേവി എന്നെ രക്ഷിച്ചാലും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പറയുന്നത് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ദേവിയോട്. പ്രാർത്ഥനയായിട്ടാണ് പിന്നെയുള്ള ശ്ലോകങ്ങൾ വരുന്നത്. നമ്മളിപ്പോൾ ദേവിയോട് നമ്മുടെ ഓരോ അംഗപ്രത്യംഗം രക്ഷിക്കാൻ വേണ്ടിയിട്ട്, അംഗപ്രത്യംഗം നമ്മളെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ മായാശക്തിയായ ആ ദേവി എന്തൊക്കെയാണ് നമ്മൾക്ക് ചെയ്തു തരുന്നത്? മൃത്യുഭയം ഇല്ലാണ്ടാക്കുക. അതാണ് ഏറ്റവും വലിയ ഭയം. ഭൂമിയിൽ ജനിച്ച എല്ലാ ജീവജാലങ്ങൾക്കും മരണഭയമുണ്ട്. ആ മരണഭയത്തെ നശിപ്പിക്കുക. മരണഭയം നമ്മളിൽ ഇല്ലാണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് മരണമില്ല എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ അമൃതത്വത്തിലേക്ക് പോയി എന്ന് വെച്ചാൽ നമ്മുടെ ശരീരം നശിക്കില്ല എന്നല്ല പറയുന്നത്. നമ്മുടെ ശരീരം മാത്രമാണ് നശിക്കുന്നതെന്നും നമ്മൾ നശിക്കുന്നില്ല. നമ്മൾ എന്ന് പറയുന്നത്, ഞാൻ എന്ന് പറയുന്നത് എന്താണ്? ആത്മാവാണ്. ആത്മാവിന് ഒരിക്കലും നാശമില്ല, അല്ലേ? ആത്മാവിനെ നശിപ്പിക്കാൻ പറ്റില്ല. അതൊരു വസ്ത്രം മാറുന്നത് പോലെയാണ് നമ്മൾ ഒരു ശരീരത്തിൽ നിന്ന് ആത്മാവ് വേറെ ശരീരത്തേക്ക് പോകുന്നതും. അതുപോലെ തന്നെ ആത്മാവ് ചിലപ്പോൾ പിന്നീട് നമ്മൾ മോക്ഷത്തിലെത്തുകയാണെങ്കിൽ ഭഗവാനിൽ ലയിച്ചു ചേരും. അപ്പോൾ അതാണ് നമ്മൾക്ക് മൃത്യുഭയത്തെ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അത് മനസ്സിലാവണം. ഈശ്വരനാണ് നമ്മളെന്നും ഞാൻ എന്ന് പറയുന്നത് ഈശ്വരനാണെന്നും എൻ്റെ ഈ ഇവിടുത്തെ സുഖദുഃഖങ്ങൾ, അതായത് നമ്മുടെ പ്രവൃത്തിക്കനുസരിച്ച് നമ്മുടെ പാപഫലങ്ങൾക്കനുസരിച്ചും മറ്റും കുറച്ച് കർമ്മങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് ശരീരം കൊണ്ട് തീർത്തു കഴിഞ്ഞാൽ പിന്നെ ശരീരത്തെ നമ്മളൊരു വസ്ത്രം കേടുവന്നാൽ എങ്ങനെ ഉപേക്ഷിക്കുന്നോ അതുപോലെ ഉപേക്ഷിച്ചുകൊണ്ട് എനിക്ക് സുധാമത്തിലേക്ക് പോകണം. എവിടേക്കാണ് പോകേണ്ടത്? ഭഗവാനിലേക്കാണ് ലയിച്ചു ചേരേണ്ടത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മൃത്യുഭയമില്ല. മൃത്യുവെ നമ്മൾ അതിജീവിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ദേവി, നമ്മൾക്ക് ദേവിയെ കാണാൻ പറ്റില്ല, ദർശിക്കാൻ പറ്റുന്നില്ല, ദുഷ്പ്രേക്ഷി എന്നാണ് പറഞ്ഞത്. അതായത് നമ്മുടെ ഈ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തതായിട്ട് പലതും ഉണ്ട് ഈ ഭൂമിയിൽ, അല്ലേ? എല്ലാവർക്കും അതറിയാം. ഇപ്പം നമ്മൾ ബാക്ടീരിയ, വൈറസ് എന്നൊക്കെ പറയുന്നു. അതിനെയൊക്കെ നമ്മുടെ കണ്ണുകൊണ്ടൊന്നും കാണാൻ പറ്റില്ല. മൈക്രോസ്കോപ്പൊക്കെ വെച്ച് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ അതുപോലെയാണ് ഈ ദേവിയെ നമ്മൾക്ക് നമ്മുടെ ഈ മാംസമായ കണ്ണുകൊണ്ട് ദർശിക്കാൻ പറ്റില്ല. നമ്മുടെ ഉള്ളിലുള്ള മനസ്സുകൊണ്ട് നമുക്ക് ആ ദേവിയെ ദർശിക്കാൻ പറ്റും. മനസ്സിലാണ് നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കിയെടുക്കുന്നത്. അപ്പോൾ ശരീരത്തിലെ ഒരു അവയവമായ കണ്ണുകൊണ്ടല്ല നമ്മൾ ദേവിയെ കാണുന്നത്. ദേവിയെ നമ്മൾ മനസ്സുകൊണ്ട്, ബുദ്ധി കൊണ്ട് തൊട്ടറിയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പിന്നെ കാമക്രോധ ലോപാദികളാകുന്ന ശത്രുക്കൾ, അതാണ് നമുക്ക് ഭയത്തെ തരുന്നത്. കാമം, ക്രോധം. അതായത് ഇപ്പോൾ ക്രോധമാണ് നമുക്ക് ഭയത്തിന് ഏറ്റവും കാരണമായി തീരുന്നത്. കാമം എന്ന് പറയുന്നത് നമ്മളുടെ അത്യാഗ്രഹങ്ങളെയാണ് ഇതിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. ആവശ്യത്തിനെല്ലാം നമുക്ക് ആവാം, പക്ഷേ അത്യാഗ്രഹം പാടില്ല. അത്യാഗ്രഹമായ കാമങ്ങൾ അത് സാധിച്ചില്ലെങ്കിൽ ക്രോധം വരും. ക്രോധം വന്നാൽ നമ്മൾ പിന്നെ മറ്റുള്ളവരോട് വഴക്കിടും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ശത്രുക്കൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മുടെ മനസമാധാനം നശിക്കും. അപ്പോൾ അതും നമുക്ക് ഭയം. അവർ നമ്മളെന്തെങ്കിലും ചെയ്യുമോ, നമ്മളാരെക്കുറിച്ചെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഇനിയിപ്പോൾ അവരെന്ത് പറയും, എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഭയം വരികയാണ്. അപ്പോൾ അങ്ങനെ ഭയത്തെ ഉണ്ടാക്കുന്നതായ കാമക്രോധാദി ശത്രുക്കളെ ദേവി രക്ഷിച്ചുകൊണ്ട് നമ്മളെ ദേവി നല്ല സച്ചിദാനന്ദത്തിലേക്ക് എത്തിക്കും എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ ഈ പ്രാർത്ഥിക്കുകയാണ്. എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? ഇതിൽ മുഴുവനും പ്രാർത്ഥനയാണ് ഇനി വരുന്നത്. പ്രാജ്യാം രക്ഷതു മാമൈന്ദ്രീം ആഗ്നേയാം അഗ്നിദേവതാം ദക്ഷിണേ രക്ഷവാരാഹി നൈര്യതാം ഖഡ്ഗധാരിണി. അപ്പോൾ എന്താ പറയുക? ഇന്ദ്രാണി എന്നെ കിഴക്കേ ദിക്കിൽ രക്ഷിക്കട്ടെ, അഗ്നികോണിൽ അഗ്നിശക്തി രക്ഷിക്കട്ടെ. അല്ലയോ വാരാഹി, നിന്തിരുവടി എന്നെ തെക്കേ ദിക്കിൽ രക്ഷിച്ചാലും നിരതി കോണിൽ ഖഡ്ഗധാരിണി എന്നെ രക്ഷിക്കട്ടെ. അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോരുത്തർ നമ്മളെ രക്ഷിക്കട്ടെ. പിന്നെ മുഖം രക്ഷിക്കട്ടെ, കണ്ണുകൾ രക്ഷിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇനി അടുത്ത ഇതിലൊക്കെ ദേവി നമ്മുടെ ഓരോ അംഗങ്ങളെയും ഉപാംഗങ്ങളെയും രക്ഷിക്കുന്നു. നമ്മുടെ ഓരോ കോശത്തിലും ദേവി ഉണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ഓരോ കോശത്തിലും
കോശത്തിനും മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മുടെ കോശങ്ങൾ ദിവസവും നമ്മൾക്ക് മരണം സംഭവിക്കുന്നുണ്ട്. നമ്മുടെ ഓരോ കോശങ്ങൾ മരിച്ചു പോയിട്ട് വേറെ കോശങ്ങൾ വരുന്നതാണ്. ഇപ്പോൾ സയൻസൊക്കെ പഠിച്ചവർക്കാണെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റും അല്ലേ. നമ്മളൊരു ഏകകോശ ജീവിയായിട്ടാണ് ജനിച്ചത്, പിന്നെയാണ് നമ്മൾ ബഹുകോശ ജീവി അങ്ങനെ വന്നത്. അപ്പോൾ ഓരോ കോശത്തിലെയും ഓരോ അണുവിലും ഓരോ ഭാഗത്തും ദേവിയുടെ സാന്നിധ്യം നമ്മുടെ ഉണ്ട്. പക്ഷേ നമ്മൾക്കത് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ വായിക്കുമ്പോൾ ഇതിൻ്റെ അർത്ഥമൊക്കെ അറിയുമ്പോൾ നമ്മളത് തിരിച്ചറിയും. അങ്ങനെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ഓരോ കോണിലെയും ഉള്ള ആ ഈശ്വര ശക്തിയെ, നമ്മളിലുള്ള ഈശ്വര ശക്തിയെ നമ്മൾ ഉണർത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഉണരുമ്പോൾ നമുക്ക് എല്ലാം മനസ്സിലാവുകയും സച്ചിദാനന്ദം നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു. അതാണ്. അപ്പോൾ ഇതുവരെ അതാണ് നമ്മൾ 15ാമത്തെ ശ്ലോകം വരെ വായിച്ചതിൻ്റെ അർത്ഥം അതാണ്. അപ്പോൾ നമ്മളിലുള്ള ഈശ്വര ശക്തിയെ ഉണർത്താനും നമുക്ക് സച്ചിദാനന്ദം ലഭിക്കാനും വേണ്ടി എല്ലാവരും ദേവി മഹാത്മ്യ അർത്ഥം അറിഞ്ഞുകൊണ്ട് വായിക്കണം എന്ന് ഞാൻ പറയുന്നു. എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ നിർത്തുന്നു. ഓം നമോ ദേവീ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ.